എല്ലാ ഭക്തജനങ്ങൾക്കും മങ്കൊമ്പിലമ്മയുടെ പേരിൽ നമസ്കാരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെങ്കാശിയിൽ നിന്നും തൊടുപുഴയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്ത വെള്ളാള സമുദായക്കാരുടെ കൂടെ വന്നു എന്ന് നാം വിശ്വസിക്കുന്ന നമ്മുടെ ധർമ്മദൈവമായ മങ്കൊമ്പിലമ്മയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുകൾ ഇന്നും അന്യമാണ്. അതിനാൽ അമ്മയെക്കുറിച്ച് വ്യക്തമായി അറിയുവാൻ വേണ്ടി 2006 ഏപ്രിൽ മാസം 3-ാം തീയതി അമ്മയുടെ തിരുമുന്നിൽ വച്ച് നടത്തുന്ന അഷ്ടമംഗല ദേവപ്രശ്നവും തുടർന്ന് തൊടുപുഴ മുതലയാർമഠം ക്ഷേത്രത്തിൽ വച്ച് നടത്തുന്ന പ്രശ്നചിന്തയുടെയും മുന്നോടിയായി എല്ലാ ഞായറാഴ്ചകളിലും നാം കൂട്ടമായി മൂന്നിലവിൽ മങ്കൊമ്പിലമ്മയുടെ മൂലസ്ഥാനത്ത് നെയ്വിളക്ക് വച്ച് വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളും ഇതിനോടകം അറിഞ്ഞു കാണുമല്ലോ. ഇതിൻ്റെ ഭാഗമായി രൂപീകൃതമായിട്ടുള്ള മങ്കൊമ്പിലമ്മ ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അമ്മയുടെ മൂലസ്ഥാനവും അതിനു ചുറ്റുമായി നിലകൊള്ളുന്ന മലകളും സന്ദർശിച്ച് യാത്രയുടെ അനുഭവങ്ങൾ ഈ CD കാസറ്റിലൂടെ നിങ്ങളുടെ മുന്നിൽ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇത് പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന മങ്കൊമ്പ് ദേവീക്ഷേത്രം. ഉദ്ദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് തന്ത്രി താഴമൺ കണ്ഠരര് നീലകണ്ഠരര് പ്രതിഷ്ഠ നടത്തിയത്. അതിനു മുമ്പ് ഒരു പുല്ലുമേഞ്ഞ ഷെഡായിരുന്നു. ദേവീക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ശാസ്താവിൻ്റെ ശ്രീകോവിൽ. അതിന് തൊട്ടു പിന്നിലായി സ്ഥലരക്ഷസിൻ്റെയും യോഗീശ്വര സങ്കല്പവുമായുള്ള ഗുളികൻ്റെയും പ്രതിഷ്ഠകൾ. ഇത് ദേവീക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് നിന്നും ഒഴുകി മങ്കൊമ്പിലമ്മയുടെ മൂലസ്ഥാനത്തിന് പിന്നിലൂടെ ഒഴുകി പുഴയായി മാറുന്ന നീർച്ചാൽ. ഇത് മങ്കൊമ്പിലമ്മയുടെ മൂലസ്ഥാനത്തിന് തെക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന തീർത്ഥക്കുളം. ഇതാണ് വെള്ളാളരുടെ ധർമ്മദൈവമായ മങ്കൊമ്പിലമ്മയുടെ മൂലസ്ഥാനം. ഇതിൻ്റെ ദർശനം കിഴക്കോട്ട്. ചുറ്റുമതിൽ നിർമ്മിച്ച് അതിനുള്ളിലായി ചെറിയ തുറന്ന ശ്രീകോവിലിൽ അമ്മയിരിക്കുന്നു. നടുവിൽ അമ്മയും ഇടതുവശത്ത് ഭുവനേശ്വരി സങ്കല്പത്തിലും വലതുവശത്ത് വീരഭദ്രൻ എന്ന സങ്കല്പത്തിലും ഓരോ പ്രതിഷ്ഠകളും കാണാം. അമ്മയുടെ ശ്രീകോവിലിന് ചുറ്റുമതിലിനും പുറത്ത് വടക്കുകിഴക്കേ മൂലയിൽ അമ്മയുടെ അഖില സർപ്പങ്ങൾ എന്ന സങ്കല്പത്തിൽ 3 വിഗ്രഹങ്ങളും ഒരു ചിത്രകൂടവും കാണാം. ഇതിൻ്റെ ദർശനം പടിഞ്ഞാട്ടേക്കാണ്. ഇത് മൂലസ്ഥാനത്തിന് പിന്നിലൂടെ ഒഴുകുന്ന നീർച്ചാലിന് സമീപമുള്ള ഒരിക്കലും വറ്റാത്ത മണിക്കിണർ. മൂന്നിലവ് ക്ഷേത്രത്തിൻ്റെ വടക്കോട്ട് പോകുന്ന റോഡിൽ കൂടി 5 കിലോമീറ്റർ ജീപ്പിൽ ചുറ്റി സഞ്ചരിച്ച് പഴുക്കാക്കാനം എന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നിന്നും 2 കിലോമീറ്റർ മലമുകളിലേക്ക് സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാം. അമ്മയുടെ മൂലസ്ഥാനത്ത് നിന്നും നേരെ കിഴക്കോട്ട് നോക്കുമ്പോൾ നാം വളരെ അകലെയായി ഒരു കോട്ട പോലെ കാണുന്ന പ്രദേശമാണിത്. നാട്ടുകാർ ഈ പ്രദേശത്തിന് ഇല്ലിക്കക്കല്ല് എന്നാണ് പൊതുവിൽ പറയുന്നത്. ഉയർന്നു കാണുന്നത് കുടക്കല്ല്, അതിനടുത്തായി കാണുന്നത് കൂനങ്കല്ല്. ഇതിനും അപ്പുറത്തേക്ക് 50 അടിയോളം അകലമുള്ള വളരെ അപകടം നിറഞ്ഞ ഒരടി വീതി പോലുമില്ലാത്ത പാറയിലൂടെ വേണം ഏറ്റവും മുകളിൽ കയറുവാൻ. ഇതിന് നരകപ്പാലമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുടക്കല്ലിനും കൂനങ്കല്ലിനും ഇടയിലായി ഉദ്ദേശം 20 അടി താഴെയായി പാറയ്ക്ക് ഉള്ളിലൂടെ ഒരു ദ്വാരം കാണാം. 10-ാം ഉദയത്തിന് മാത്രം സൂര്യപ്രകാശം ഈ ദ്വാരത്തിലൂടെ അമ്മയുടെ മൂലസ്ഥാനത്ത് പതിക്കും. ഇത് ഒരത്ഭുതം തന്നെയാണ്. മങ്കൊമ്പ് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉദ്ദേശം 500 മീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന പാറയെ നാട്ടുകാർ കുടുക്കപ്പാറ എന്ന് പറയുന്നു. ഈ പാറയുടെ ഉദ്ദേശം 20 അടി താഴ്ചയിൽ വളരെ അപകടം നിറഞ്ഞ വഴിയിലൂടെ ഇറങ്ങിച്ചെന്നാൽ ഗുഹ പോലെ ഒരു ഓലി കാണാം. ഇതിനെ കുടുക്ക ഓലി എന്നാണ് പറയുന്നത്. ഇതിൽ എല്ലാ ദിവസവും വെള്ളം നിറഞ്ഞു കിടക്കുന്നു. നാം കാണുമ്പോൾ മഞ്ഞ നിറത്തിൽ വെള്ളത്തിന് മീതെ ഒരു പാട പോലെ കാണാം. ഈ വെള്ളത്തിൽ കൈ തൊട്ടാൽ മഞ്ഞ നിറം
താനെ മാഞ്ഞുപോകും. ഇനി നമുക്ക് അമ്മയെക്കുറിച്ച് വെളിച്ചം വീശുന്ന ഒരു സത്യത്തിലേക്ക് കടന്നു ചെല്ലാം. ഇത് വാമനൻ നമ്പൂതിരി. ആലപ്പുഴ ടൗണിൽ കുളങ്ങര ഇല്ലത്ത് ബ്രഹ്മശ്രീ വാമനൻ നമ്പൂതിരി. തന്ത്രപഠനത്തിന് ശേഷം ഉപരിതന്ത്രത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ജ്യോതിഷത്തിലും സംസ്കൃതത്തിലും നല്ല പാണ്ഡിത്യമുള്ള ആളുമാണ്. മങ്കൊമ്പിലമ്മയെ സ്വഗൃഹത്തിൽ വച്ച് ഉപാസിക്കുന്നു. ആലപ്പുഴ മങ്കൊമ്പ് ക്ഷേത്രത്തിലെ കാരായ്മ കുടുംബത്തിലെ അംഗമായ ഇദ്ദേഹം 11 വർഷമായി ഇല്ലം വിട്ട് പുറത്തെങ്ങും ഇറങ്ങാതെ അമ്മയെ ഉപാസിക്കുന്നു. ഇനി വാമനേട്ടൻ അമ്മയെക്കുറിച്ചും ദേവപ്രശ്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മങ്കൊമ്പിലമ്മ നിങ്ങളുടെ എല്ലാവരുടെയും എന്നതുപോലെ ഞങ്ങൾ കുട്ടനാട്ടുകാരുടെയും പരദേവതയാണ്. കുട്ടനാട്ടിലെ കോട്ടഭാഗത്തുള്ള മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കാരായ്മ മേൽശാന്തി കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ. കുട്ടനാട്ടിലെ നാട്ടുകാരുടെ വിശ്വാസമനുസരിച്ച് ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പാണ് മങ്കൊമ്പിലമ്മ ഈരാറ്റുപേട്ട ഭാഗത്തെ മൂന്നിലവിൽ നിന്നും ഈ മങ്കൊമ്പിലേക്ക് എഴുന്നള്ളിയത്. എട്ടുവിരുത്തി കൈമൾമാർ എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിലെ ചില പ്രമാണി കുടുംബക്കാർ തടി ശേഖരിക്കുവാൻ വേണ്ടി ഈരാറ്റുപേട്ട ഭാഗത്ത് വരികയും തിരിച്ചു വരുമ്പോൾ അവരുടെ കൂടെ മങ്കൊമ്പിലമ്മ ഇങ്ങോട്ട് എഴുന്നള്ളുകയും ചെയ്തു എന്നാണ് മങ്കൊമ്പിലമ്മയുടെ ചരിത്രമായി പറഞ്ഞു വരുന്നത്. മങ്കൊമ്പിലമ്മയെ ഇവിടെ കൊണ്ടുവന്ന് നാട്ടുകാർ ആരാധിച്ചു തുടങ്ങിയതിന് ശേഷം മലബാറിലെ പയ്യന്നൂർ ഭാഗത്തെ അറത്തിൽ ഗ്രാമത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബക്കാരെ കുട്ടനാട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരികയും മങ്കൊമ്പിലമ്മയുടെ കാരായ്മ ശാന്തി ചുമതല ഞങ്ങളുടെ കുടുംബക്കാരെ ഏൽപ്പിക്കുകയും ഈ നാട്ടുകാർ ചെയ്തു. അങ്ങനെ ഒരു 5-6 തലമുറയായിട്ട് ഞങ്ങളുടെ കുടുംബക്കാർ ഈ കാരായ്മ ശാന്തി ചുമതല നിർവഹിച്ചു വരികയാണ്. ഏതാണ്ട് 1993 കാലഘട്ടത്തിലാണ് മങ്കൊമ്പിലമ്മയെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ഒരു തോന്നൽ, ഒരു താല്പര്യം എന്നിൽ ഉണർന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ തന്ത്രശാസ്ത്രത്തിൽ ആകൃഷ്ടനായത് കാരണം നിരവധി താന്ത്രികന്മാരുമായിട്ട് ബന്ധപ്പെടുകയും തന്ത്രഗ്രന്ഥങ്ങൾ പഠിക്കുകയും ചെയ്തു വന്ന എനിക്ക് ഈ സങ്കല്പത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന തോന്നൽ ശക്തമായി. പരദേവതാസ്ഥാനീയായ ഭഗവതിയെ വേണ്ട പോലെ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭഗവതിയുടെ വ്യക്തമായ സങ്കല്പവും ധ്യാനരൂപവും ആചരണത്തിലുള്ള പ്രത്യേകതകളും അറിഞ്ഞേ മതിയാകും. ആ നിലയ്ക്ക് ഭഗവതിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ആയി പിന്നീട് എൻ്റെ ശ്രമങ്ങൾ. കുട്ടനാട്ടിലെ മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ തറവാട്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. പക്ഷേ കുട്ടിക്കാലത്തിന് ശേഷം എൻ്റെ താമസം ആലപ്പുഴ പട്ടണത്തിൽ ആയി. പിന്നെ പഠന കാര്യങ്ങൾക്കും എല്ലാമായി എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ താമസിച്ചതിന് ശേഷം ഏതാണ്ട് 91 ഞാൻ തിരിച്ചു വരുന്നത്. 93-94 കാലഘട്ടത്തിലാണ് മങ്കൊമ്പിലമ്മയെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം വന്നതും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ ആദ്യ അന്വേഷണത്തിൽ എനിക്ക് വേണ്ടത്ര നാട്ടുകാരിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ തൃപ്തികരമായ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ മങ്കൊമ്പിലമ്മയെ ഭജിച്ചുകൊണ്ട് ഈ ശ്രമം തുടരാം, അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ശ്രമിച്ചെങ്കിലേ കാര്യങ്ങൾ വേണ്ട പോലെ ഗ്രഹിക്കാനാവുകയുള്ളൂ എന്ന് തോന്നിയിട്ട് അമ്മയുടെ പൂജയിൽ മുഴുകി ഈ അന്വേഷണവും തുടർന്നു. അങ്ങനെ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ 1979 ഈ മങ്കൊമ്പ് ക്ഷേത്രത്തിൽ വെച്ച ദേവപ്രശ്നത്തിൻ്റെ
ചാർത്ത് ലഭിക്കുകയും അതിൽ നിന്നും കിഴക്കു ഭാഗത്തുള്ള മങ്കൊമ്പ് മലയിൽ നിന്നാണ് ഈ ഭഗവതി വന്നത് എന്ന് വിവരം അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈരാറ്റുപേട്ട ഭാഗത്തുള്ള മൂന്നിലവിലാണ് മങ്കൊമ്പിലമ്മയുടെ മൂലസ്ഥാനം എന്ന് അറിയാൻ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഈ മങ്കൊമ്പിലമ്മ തമിഴ്നാട്ടിൽ നിന്നും ഏതാണ്ട് 1000 വർഷം മുമ്പ് കേരളത്തിലേക്ക് വന്ന തമിഴ്നാട്ടിലെ പ്രബല സമുദായങ്ങളിലൊന്നായ വെള്ളാള സമുദായത്തിലെ ഒരു വിഭാഗമായ അഞ്ഞൂറ്റിക്കാരുടെ പരദേവതയാണെന്നും അറിയാൻ കഴിയും. ആ വരവിനെക്കുറിച്ച് ദ്രാവിഡ സംസ്കാരം സഹ്യാദ്രി സാനുക്കളിൽ എന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ചറിയുവാനും കഴിയും. മാത്രമല്ല, തൊടുപുഴ ഭാഗത്ത് തലമുറകളായി താമസിച്ചു പോരുന്ന ഈ അഞ്ഞൂറ്റിക്കാർ എല്ലാ വർഷവും ഈ മൂന്നിലവിലുള്ള മൂലസ്ഥാനത്ത് വർഷത്തിലൊരിക്കൽ പോയി അമ്മയെ ഭജിക്കാറുണ്ടെന്നും അറിയാൻ കഴിയും. ആ കിട്ടിയ അറിവ് ഇതൊരു ചരിത്ര സത്യമാണെന്നും കെട്ടുകഥയല്ലെന്നും ഉള്ള ബോധ്യം എനിക്ക് നൽകി. തന്ത്രശാസ്ത്രത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താൻ താല്പര്യമുള്ള എനിക്ക് അമ്മയുടെ ചരിത്രം, ആഗമന ചരിത്രത്തിനുപരി അമ്മയുടെ സങ്കല്പത്തെക്കുറിച്ച് അറിയാൻ ആയിരുന്നു കൂടുതൽ താല്പര്യം. അങ്ങനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും ഈ മൂന്നിലവിൽ നിന്നും പൂഞ്ഞാറിലുള്ള പനച്ചിപ്പാറയിൽ മങ്കൊമ്പിലമ്മയുടെ ശിലാവിഗ്രഹമുണ്ടെന്നും അറിയാൻ കഴിയും. ആ ശിലാവിഗ്രഹത്തെക്കുറിച്ച് പഠിക്കുകയും തമിഴ്നാട്ടിൽ നിന്നും വെള്ളാള സമുദായത്തിൻ്റെയും ഇതര സമുദായങ്ങളുടെയും പൂജാവിധാനങ്ങളുടേതായ ഗ്രന്ഥങ്ങൾ, തമിഴിലുള്ള ഗ്രന്ഥങ്ങൾ വരുത്തി വായിച്ച് പഠിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ന് കേരളത്തിൽ നടപ്പിലുള്ള ബ്രാഹ്മണർ കൈകാര്യം ചെയ്തു വരുന്ന പൂജാപദ്ധതികളിൽ നിന്നും സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില പദ്ധതികളാണ് തമിഴകത്തെ ഈ തരം വിഭാഗങ്ങളുടെയിലുള്ളതെന്നും അറിയാൻ കഴിയും. എന്ന് മാത്രമല്ല, പേരിൽ സാമ്യമുണ്ടെങ്കിൽ പോലും മൂർത്തിയിൽ പലപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും മനസ്സിലാക്കി. ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് ഭദ്രകാളിയുടെ. കേരളത്തിലെ ഈ ഭദ്രകാളി സങ്കല്പം ശിവസുതയായ ദാരുകാസുരനെ വധിച്ച ദേവിയുടേതാണ്. എന്നാൽ ഇതേ പേരിൽ തമിഴ്നാട്ടിലും ഉണ്ട് ഭദ്രകാളി. ആ ഭദ്രകാളിയാവട്ടെ മഹിഷമർദ്ദിനിയായ പാർവതിയായിട്ടാണ് കരുതപ്പെട്ടു വരുന്നത്. ഇങ്ങനെ ഒരേ പേരിലുള്ള മൂർത്തികൾ പോലും സങ്കല്പ വ്യത്യാസം ഉണ്ടെന്ന് ബോധ്യമായപ്പോൾ മങ്കൊമ്പിലമ്മയുടെ സങ്കല്പം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒന്നാണ് എന്ന തോന്നൽ വന്നു. വെള്ളാള സമുദായത്തിലെ ഈ പൂജാവിധാനങ്ങൾ അറിയാവുന്ന, ചെയ്തു വരുന്ന ചിലരുമായിട്ട് സമ്പർക്കം പുലർത്തിയപ്പോഴാണ് വേറെയും ചില വിവരങ്ങൾ എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ആചരിക്കുന്ന പല മൂർത്തികളും കേരളത്തിലെ ഇന്നത്തെ ആരാധനാ പദ്ധതിയിൽ ഉള്ള മൂർത്തികളല്ല. തന്ത്രശാസ്ത്രത്തിലെ ഇന്ന് അത്ര പ്രചാരമില്ലാത്ത ചില ഉയർന്ന തലങ്ങളിലുള്ള മൂർത്തികളെയാണ് നിങ്ങൾ ആരാധിച്ചു വരുന്നത്. ഉദാഹരണമായി നിങ്ങളുടെ ആചരണത്തിലുള്ള മാടസ്വാമിയെ തന്നെ എടുക്കാം. ഈ മാടസ്വാമിയുടെ പൂജാവിധാനമോ ഒന്നും തന്നെ കേരളത്തിൽ ഇന്ന് നടപ്പുള്ള ബ്രാഹ്മണരുടെ പൂജാപദ്ധതിയിൽ ഇല്ലാത്തതാണ്. എന്നാൽ ശൈവ ആഗമങ്ങളിലും ശാക്തതന്ത്രങ്ങളിലും ഈ മൂർത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. വടുക ഭൈരവൻ എന്ന തന്ത്രശാസ്ത്രത്തിലും ശൈവ ആഗമങ്ങളിലും വിളിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഒരു മൂർത്തിയാണ് മാടസ്വാമി എന്ന പേരിൽ തമിഴകത്തും മറ്റും ആരാധിക്കപ്പെട്ടു വരുന്നത്. അതുപോലെ തന്നെ ദുർഗ എന്ന് പറഞ്ഞ സങ്കല്പത്തിലും ഇതുപോലെ ചില വ്യത്യാസങ്ങളുണ്ട്. കേരളത്തിൽ സാധാരണയായി ദുർഗാ സങ്കല്പത്തിൽ പൂജിക്കുന്നത് ശാന്തയായ ദേവിയാണ്, മഹിഷമർദ്ദനത്തിനായി അവതരിച്ച ദേവിയെയാണ്. നേരെ മറിച്ച് തമിഴകത്താവട്ടെ ദുർഗ എന്നാൽ പാർവതി തന്നെയാണ്. ശിവൻ്റെ വാമഭാഗത്ത് വിരാജിക്കുന്ന ശിവയെ തന്നെയാണ്
തമിഴ്നാട്ടിലെ മിക്ക ദേവീ സങ്കല്പങ്ങളിലൂടെയും വെള്ളാള സമുദായക്കാർ ആചരിച്ചു വരുന്നത്. അത് മാരിയമ്മനായാലും ശരി, മുത്താരമ്മനായാലും ശരി, മുത്താളമ്മനായാലും ശരി, ഉച്ചുവാളിയമ്മൻ എന്നറിയപ്പെടുന്ന ഉജ്ജയിനി മഹാകാളി ആയാലും ശരി, എല്ലാം അവർക്ക് പാർവതിയാണ്. ശിവൻ്റെ മകളായിട്ടല്ല സങ്കല്പം. ഇപ്പം മുത്താളമ്മൻ, മുത്താരമ്മൻ ഈ പേരുകളെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് മനസ്സിലായത് വസൂരി രോഗവുമായി ബന്ധപ്പെട്ട ഒന്നുകൂടെയാണ് ഈ സങ്കല്പം. കേരളത്തിലാവട്ടെ വസൂരി രോഗവുമായിട്ട് ബന്ധപ്പെട്ട മൂർത്തി ഭദ്രകാളിയാണ്. പക്ഷേ കേരളത്തിലെ ഭദ്രകാളിയല്ല തമിഴ്നാട്ടിലെ മാരിയമ്മൻ. ഈ തരത്തിൽ ഓരോ മൂർത്തികളെ എടുത്ത് പഠിച്ചു വരുമ്പോൾ കേരളത്തിലെ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ് തമിഴകത്തെ സങ്കല്പങ്ങളെന്ന് ബോധ്യമാകും. അപ്പോൾ ഇവയിൽ ഏതെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി ഉപാസിച്ചെങ്കിൽ മാത്രമേ ആ ഉപാസന ഫലപ്രദമാവുകയുള്ളൂ. ശിവജയായി ആരാധിക്കുന്നത് യുക്തിസഹമല്ല എന്ന് മാത്രവുമല്ല, ഒരു കുടുംബത്തിൽ തലമുറകളായി ആചരിച്ചു വരുന്ന മൂർത്തിയെ പിൽക്കാലത്ത് ആചരിക്കാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ അപാകതകൾ ആ കുടുംബക്കാരിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അത് കുടുംബത്തിൻ്റെ മാത്രമല്ല, സമുദായത്തിൻ്റെ കാര്യമെടുത്താലും അത് ശരി തന്നെ. ആധുനിക മനഃശാസ്ത്രമനുസരിച്ച് പോലും ഈ കാര്യം ശരിയാണെന്ന് നമുക്കേവർക്കും ബോധ്യപ്പെടാനുള്ളതേ ഉള്ളൂ. നമ്മളൊക്കെ പാരമ്പര്യ രോഗത്തെ കുറിച്ച് പറയാറുണ്ട്. പാരമ്പര്യമായി രോഗമുണ്ടാകാം എന്ന് പറയാറുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? അതുപോലെ തന്നെ പാരമ്പര്യമായി ആചരിച്ചു വന്ന മൂർത്തികളുടെ ആരാധനയിൽ വിഘാതം വന്നാലും അതിൻ്റേതായ തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. തന്മൂലം മങ്കമ്പുലമ്മയെ ആചരിച്ചു വരുന്ന ആളുകൾ മങ്കമ്പുലമ്മയെ അവരുടെ പൂർവികർ ഏത് തരത്തിൽ കണ്ട് എങ്ങനെ ആരാധിച്ചിരുന്നുവോ അതുപോലെ തന്നെ തുടർന്നു വന്നെങ്കിൽ മാത്രമേ ആ സങ്കല്പത്തിൻ്റേതായിട്ടുള്ള പ്രഭാവം നമ്മളിലെല്ലാം ഉണ്ടാവുകയുള്ളൂ. ഇത് തന്ത്രശാസ്ത്രമനുസരിച്ചും ലോകരുടെ അനുഭവം അനുസരിച്ചും ഇതൊരു സത്യമാണ്. ഇന്ന് അഞ്ഞൂറ്റിക്കാർ എന്ന് കരുതി വിളിച്ചു വരുന്ന ഈ വെള്ളാള വിഭാഗത്തിനിടയിൽ എത്ര പേർക്ക് മങ്കമ്പുലമ്മ ആരെന്നറിയാം? ഓരോരുത്തരും ഓരോ സങ്കല്പമാണ് പറയുന്നത്. അന്വേഷണത്തിൽ ചിലർ ഭദ്രകാളിയായിട്ട് പൂജിക്കുന്നു, ചിലർ സരസ്വതിയായിട്ട് പൂജിക്കുന്നു, ചിലർ അന്നപൂർണയായിട്ട് പൂജിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? മൂലസങ്കല്പം നമ്മൾ മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മങ്കമ്പുലമ്മയുടെ സങ്കല്പത്തിന് മറ്റൊരു തരത്തിലും ഈ അഞ്ഞൂറ്റിക്കാർ എന്ന് പറയുന്ന സമുദായത്തിൽ കൂടുതൽ സ്വാധീനമുണ്ട്. കാരണം എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഈ അഞ്ഞൂറ്റിക്കാരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ മങ്കമ്പുലമ്മയെ ആചരിച്ചു വന്നിരുന്നു എന്നും പൂജിച്ചു വന്നിരുന്നു എന്നും വർഷത്തിലൊരിക്കൽ ഈ മൂന്നിലവിലുള്ള മൂലസ്ഥാനത്ത് സമുദായം ഒന്നടങ്കം പോയി ഭജിച്ചിരുന്നുവെന്നും ആണ് ഞാൻ അറിഞ്ഞത്. ഇത് വളരെ സവിശേഷതയുള്ള ഒരു ചിട്ടയാണ്. ഒന്ന്, അത്രമാത്രം ആഴത്തിൽ നമ്മളുടെ എല്ലാം തന്നെ, അതല്ലെങ്കിൽ അഞ്ഞൂറ്റിക്കാരുടെ സമുദായം എന്ന നിലയ്ക്ക് ഉള്ള ഉപബോധ മനസ്സിൽ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞ ഒരു സങ്കല്പമാണ് മങ്കമ്പുലമ്മയുടേതെന്നും വ്യക്തിപരമായിട്ടുള്ള പൂജയും സാമൂഹ്യമായിട്ടുള്ള ആരാധനയും രണ്ടും തലമുറകളായിട്ട് ചെയ്തു വന്നിരുന്നതാണെന്നും ഇത് രണ്ടും കണക്കിലെടുക്കുമ്പോൾ ഈ വിഭാഗത്തിൻ്റെ ഉന്നമനം വേണ്ടതുപോലെ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സംശയം പൊതുവായി പറയാൻ കഴിയുന്ന ആ മൂർത്തിസങ്കല്പം, മങ്കമ്പുലമ്മ എന്ന മൂർത്തിസങ്കല്പത്തെ ആ സങ്കല്പത്തിൻ്റെ ശരിയായ രൂപത്തിലും ഭാവത്തിലും അർത്ഥത്തിലും കണ്ട് ഭജിക്കുക തന്നെ വേണം. ആ നിലയ്ക്കുള്ള പരിശ്രമം സമുദായ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴേ സമുദായ അംഗങ്ങൾ പലരും, എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞതാണ്, പലരും ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ശമനമുണ്ടാവുകയും ദേഹത്ത് ചൊറി വന്നാൽ ഓയിൻമെൻറ്റ് തേച്ചാൽ മാത്രം പോരല്ലോ,
ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുകയും വേണം, രക്തശുദ്ധി വരുത്തുകയും വേണം. അതുപോലെ സമുദായ അംഗങ്ങളുടെ എല്ലാം ആരാധനാമൂർത്തിയായ മങ്കൊമ്പിലമ്മയെ വേണ്ട രീതിയിൽ ഭജിക്കുമ്പോൾ മാത്രമേ സമുദായത്തിൻ്റെ ഉള്ളിൽ ഇന്ന് ഉറങ്ങിക്കിടക്കുന്ന ആ ചൈതന്യം പ്രകാശിക്കൂ. അത് വ്യക്തിയുടെ കാര്യത്തിലായാലും കുടുംബങ്ങളുടെ കാര്യത്തിലായാലും കുടുംബങ്ങളുടെ ഒരു കൂട്ടമായ സമുദായത്തിൻ്റെ കാര്യത്തിലായാലും ഈ അമ്മയെ ഭജിക്കുന്നതിലൂടെ മാത്രമേ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ശമനം വരികയുള്ളൂ, ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ആ നിലയ്ക്ക് മങ്കൊമ്പിലമ്മയെ ഇന്നറിയാൻ വഴി ഒന്നേ ഉള്ളൂ താൻ, ദേവപ്രശ്നം വെക്കുക. ഈ 1000 വർഷങ്ങളായി, കഴിഞ്ഞ 1000 വർഷങ്ങളായി, തലമുറകളായി നിങ്ങൾ പോയി ആരാധിച്ചു വന്ന ആ മൂലസ്ഥാനം, ആ മൂലസ്ഥാനത്ത് കുടികൊള്ളുന്ന ചൈതന്യം, മങ്കൊമ്പിലമ്മ എന്ന് വിളിച്ചു വരുന്ന ആ ചൈതന്യം, നിങ്ങളുടെയൊക്കെ വീടുകളിലും അതുപോലെ തന്നെ തലമുറകളായിട്ട് പൂജിച്ചു വന്ന ആ ചൈതന്യം ഏതാണ്? ആ ചൈതന്യത്തിൻ്റെ ആരാധന ഏത് തരത്തിലാണ് പൂർവികമായിട്ടുള്ള ആ ആരാധനയുമായിട്ട് പൊരുത്തപ്പെടുക എന്ന് മനസ്സിലാക്കണമെങ്കിൽ വഴിയൊന്നേ ഉള്ളൂ, ദേവപ്രശ്നം തന്നെ. ആ ദേവപ്രശ്നത്തിൽ ഈ സമുദായാംഗങ്ങളെല്ലാവരും വേണ്ട പോലെ പങ്കെടുക്കുകയും ആ ദേവപ്രശ്നത്തിലൂടെ വെളിവാകുന്ന സത്യങ്ങൾ 100% ആത്മാർത്ഥമായി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയുടെ ശരിയായ ആരാധന ഇനിയും മുടക്കം വരാത്ത വിധത്തിൽ തുടർന്ന് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് കരണീയമായിട്ടുള്ള ഏക കാര്യം. അതേ ഉള്ളൂ എന്ന നിലയ്ക്ക് എല്ലാവരും ആ ഒരേ വഴിയിൽ കൂടെ തന്നെ ഒരുമിച്ച് പോവുകയല്ലേ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഈ ദേവപ്രശ്ന എന്ന പാവന കർമ്മത്തിൽ ആത്മാർത്ഥമായി പങ്കാളികളാവുക, കാഴ്ചക്കാരായി മാറി നിൽക്കാതെ പങ്കെടുക്കുക എന്ന് തന്നെ ഇതിനർത്ഥം. ഇന്ന് വരെ നമ്മൾ കാട്ടിയ അവഗണനയ്ക്കും എല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട്, ക്ഷമ ചോദിച്ചുകൊണ്ട് അമ്മയുടെ കാര്യം ഇനിയും ഈ തരത്തിൽ വിസ്മൃതമാകാതെ അനന്തര തലമുറയ്ക്ക് വേണ്ടി വേണ്ടവണ്ണം നടത്താമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് അമ്മയുടെ മുമ്പിൽ ഈ ദേവപ്രശ്നം തുടങ്ങുന്നതുവരെ നമ്മൾ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പങ്കാളിത്തം നിങ്ങളെല്ലാവരും തുടങ്ങി വെക്കുക. അങ്ങനെ ചെയ്താൽ ആ ദേവപ്രശ്നം നമുക്ക് വേണ്ട രീതിയിൽ നടത്താനും, കാരണം ഒരു സമുദായത്തിൻ്റെ അഞ്ഞൂറ്റിക്കാരെന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ മുഴുവൻ പരമാരാധ്യയായിട്ടുള്ള പൊതുവായിട്ടുള്ള ആരാധനാമൂർത്തി ആണ് മങ്കൊമ്പിലമ്മ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ ഏതായാലും മങ്കൊമ്പിലമ്മ എന്ന് കേട്ടാൽ ഉള്ളിൽ ഭക്തി തിളച്ചു മറിയേണ്ടതാണ്. അപ്പോൾ സമുദായത്തിൻ്റെ ദേവതയായതുകൊണ്ട് സമുദായാംഗങ്ങൾ ഒരുമിച്ച് ദേവപ്രശ്നത്തിൽ പങ്കെടുത്താൽ മാത്രമേ അമ്മയുടെ സത്യം പൂർണ്ണമായിട്ട് നമുക്ക് തെളിച്ചെടുക്കാനും കഴിയൂ. ഇതൊക്കെ പ്രശ്നശാസ്ത്രത്തിൻ്റെ മനഃശാസ്ത്രം വെച്ച് ഞാൻ പറയുകയാണ്. സമുദായാംഗങ്ങൾ, ഇപ്പോൾ ഒരു കുടുംബ പ്രശ്നമാണെങ്കിൽ ആ കുടുംബാംഗങ്ങൾ മുഴുവൻ കുടുംബത്തിലെ ദുരിതങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണം എന്താണെന്നറിയാൻ ഒരുമിച്ച് മനസ്സ് ചേർത്താൽ മാത്രമേ പ്രശ്നം സത്യത്തെ തെളിച്ചു തരും. ഒരു സമുദായത്തിൻ്റെ ദേവതയായതുകൊണ്ട് ആ സമുദായ അംഗങ്ങൾ ഒന്നടങ്കം മനസ്സ് നൊന്ത് സത്യം തെളിച്ചു തരണമെന്ന് അമ്മയുടെ കാൽക്കൽ വീണ് പ്രാർത്ഥിക്കുകയും പ്രശ്നക്രിയാസമയത്ത് അവിടെ സന്നിഹിതരാവുകയും പ്രശ്നചിന്താ പരിപാടിയിലും പൂർണ്ണമായി പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ ദേവപ്രശ്നം സഫലമാവുകയുള്ളൂ. മങ്കൊമ്പിലമ്മ ആര്? മങ്കൊമ്പിലമ്മയെ ഏതു തരത്തിൽ ഭജിച്ചാലാണ് അമ്മയുടെ വരദാനം നമ്മളെല്ലാവരിലും ഉണ്ടാവുക എന്നതെല്ലാം സംശയം വിനാ നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് അത്രയേറെ പ്രാധാന്യം ഇതിനുണ്ട് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഈ സംരംഭത്തിൽ എത്രയും വേഗം നമ്മളും പങ്കാളികളാവുക. അങ്ങനെ
അമ്മയെ അറിഞ്ഞ് ഭജിക്കാൻ അരയും തലയും മുറുക്കി നമ്മൾ മുന്നോട്ട് വരിക. ഒരു കണക്കിന് പറഞ്ഞാൽ വ്യക്തിപരമായി അല്ലെങ്കിൽ കുടുംബപരമായോ മങ്കൊമ്പിലമ്മയുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ പരദേവതയുണ്ട്, അറത്തിൽ ഭഗവതിയുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് തലമുറകൾ ആയിട്ട് ഞങ്ങൾ ഈ കുട്ടനാട്ടിൽ വന്ന് മങ്കൊമ്പിലമ്മയെ ഭജിക്കുക വഴി ഞങ്ങളുടെയും പരദേവതയായി മാറി ഈ മങ്കൊമ്പിലമ്മ. അപ്പോൾ ആ പരദേവതയുടെയും പൂജാവിധാനം വേണ്ട പോലെ നടത്തുകയും ആ പരദേവതയും വേണ്ട പോലെ ഉപാസിക്കുകയും ചെയ്യേണ്ടത് എൻ്റെയും കടമയായി എന്ന സത്യം കണ്ടു തന്നെയാണ് കഴിഞ്ഞ 10-11 വർഷമായി ഈ മങ്കൊമ്പിലമ്മയെ ഉപാസിച്ചുകൊണ്ടും മങ്കൊമ്പിലമ്മയുടെ സങ്കല്പ സവിശേഷതകൾ മനസ്സിലാക്കാൻ വേണ്ടി പഠന മനന ഗവേഷണങ്ങൾ ഞാൻ നടത്തി വരികയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വന്തം പരദേവതയായി തലമുറകളായി ആയിരക്കണക്കിന് വർഷങ്ങളായി കരുതി വരുന്ന നിങ്ങൾ ഈ കാര്യത്തിൽ വൈമുഖ്യം കാണിക്കുന്നത് എത്രമാത്രം ഉചിതമാകും എന്ന് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ ശരിയായ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയായിരിക്കും നിങ്ങൾക്കും കിട്ടുക. ഈ സംരംഭത്തിൽ പൂർണ്ണമായും സഹകരിക്കുക, അകമെഴിഞ്ഞ് സഹകരിക്കുക, ഇത് വിജയിപ്പിക്കുക. അങ്ങനെ ആ ദേവപ്രശ്ന വിചാരത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അമ്മയെ വേണ്ടവണ്ണം പൂർവാധികം ഭക്തിയോടെ, നമ്മുടെ പൂർവികർ എത്രമാത്രം ഭക്തിയോടെ ആരാധിച്ചു വന്നിരുന്നു അത്രമാത്രം ഭക്തിയോടെ താല്പര്യത്തോടെ തുടർന്നും നമ്മൾ ഭജിക്കുക. പരിത്യജിക്കരുതേ ദേവി, പരിത്യജിക്കരുതേ, പരിത്യജിക്കരുതേ ദേവി, പരിത്യജിക്കരുതേ. പാട്ടുമറന്നൊരി പാഴ്വീണകളെ പരിത്യജിക്കരുതേ ദേവി, പരിത്യജിക്കരുതേ. പാട്ടുമറന്നൊരി പാഴ്വീണകളെ പരിത്യജിക്കരുതേ ദേവി, പരിത്യജിക്കരുതേ, പരിത്യജിക്കരുതേ ദേവി, പരിത്യജിക്കരുതേ. പണ്ടു ഭാവഗീതങ്ങൾ പാടിയ പന്തലിലെത്തി പരിലാളിച്ചു, പണ്ടു ഭാവഗീതങ്ങൾ പാടിയ പന്തലിലെത്തി പരിലാളിച്ചു. തമ്പുരുവിൽ അമ്മേ, തമ്പുരുവിൽ വിരൽ തഴുകി സംഗീത സാഗരമൊഴുകി. സംഗീത സാഗരമൊഴുകി. പരിത്യജിക്കരുതേ ദേവി, പരിത്യജിക്കരുതേ.
മണ്ഡപങ്ങളിൽ നൃത്തമാടി പണ്ടു ഗന്ധർവ വീണ പാടിയ മണ്ഡപങ്ങളിൽ നൃത്തമാടി തമ്പുരുവിൽ അമ്മേ തമ്പുരുവിൽ വിരൽ തഴുകി സംഗീത പാൽ നിലവൊഴുകി സംഗീത പാൽ നിലവൊഴുകി പരിത്യജിക്കരുതേ ദേവി പരിത്യജിക്കരുതേ പാട്ടുമറന്നൊരീ പാഴ്വീണകളെ പരിത്യജിക്കരുതേ ദേവി പരിത്യജിക്കരുതേ. അറിയില്ലതിന്നാലും അറിയാമെനിക്കും നിന്നരുമയാമമ്മൈ ഭുവനേശ്വരി കോവിൽ നിർമ്മായം തൊഴുതു നിന്നപ്പോഴിൽ കാവലായി വന്നതാരായിരുന്നു.
മുഖമണ്ഡപത്തിൻ്റെ മച്ചിലെ കിളിവാതിൽ പടിയിൽ അരിപ്രാവു കുറുകി. മുഖമണ്ഡപത്തിൻ്റെ മച്ചിലെ കിളിവാതിൽ പടിയിൽ അരിപ്രാവു കുറുകി. ഭഗവതി ശരണം ഭഗവതി ശരണം മങ്കൊമ്പിലം മേ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം മങ്കൊമ്പിലം മേ ശരണം. മുഖമണ്ഡപത്തിൻ്റെ മച്ചിലെ കിളിവാതിൽ പടിയിൽ അരിപ്രാവു കുറുകി. കിളിവാതിൽ പടിയിൽ നിന്നിളകി പറന്നവർ കൊടിമരത്തുഞ്ചത്തിരുന്നു. കിളിവാതിൽ പടിയിൽ നിന്നിളകി പറന്നവർ കൊടിമരത്തുഞ്ചത്തിരുന്നു. ചിറകുവിടർത്തി ചെരിഞ്ഞു നോക്കി പിന്നെ കുലദേവതയെ വണങ്ങി. ചിറകുവിടർത്തി ചെരിഞ്ഞു നോക്കി പിന്നെ കുലദേവതയെ വണങ്ങി. മുഖമണ്ഡപത്തിൻ്റെ മച്ചിലെ കിളിവാതിൽ പടിയിൽ അരിപ്രാവു കുറുകി. നിർമാല്യം തൊഴുതു മടങ്ങുവാൻ മാനത്തെ അമ്പിളിക്കല കാത്തു നിന്നു. നിർമാല്യം തൊഴുതു മടങ്ങുവാൻ മാനത്തെ അമ്പിളിക്കല കാത്തു നിന്നു. പാൽനിലക്കുമ്പിൾ തുറന്നപ്പോൾ അറിയാതെ പാലപ്പൂവിടാകെ ചിതറി. പാൽനിലക്കുമ്പിൾ തുറന്നപ്പോൾ അറിയാതെ പാലപ്പൂവിടാകെ ചിതറി. മുഖമണ്ഡപത്തിൻ്റെ മച്ചിലെ കിളിവാതിൽ പടിയിൽ അരിപ്രാവു കുറുകി. മുഖമണ്ഡപത്തിൻ്റെ മച്ചിലെ കിളിവാതിൽ പടിയിൽ അരിപ്രാവു കുറുകി. ഭഗവതി ശരണം ഭഗവതി ശരണം മങ്കൊമ്പിലം മേ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം മങ്കൊമ്പിലം മേ ശരണം. മുഖമണ്ഡപത്തിൻ്റെ മച്ചിലെ കിളിവാതിൽ പടിയിൽ അരിപ്രാവു കുറുകി. ഇതുരമൃതധാര ഇതുരസുലഭാഭ
ഇതൊരപൂർവ ശോഭ, ഇതെന്റെ മങ്കൊമ്പിലമ്മ, ഇത് ദയാപ്രവാഹം, ഇത് സ്നേഹപ്രകാശം, ഇതൊരാഹ്ലാദഹർഷം, ഇതെന്റെ മങ്കൊമ്പിലമ്മ. ഇതു കാരുണ്യദീപം, ഇതു കല്യാണരൂപം, ഇതു കന്മഷഹീനം, ഇതെന്റെ മങ്കൊമ്പിലമ്മ, ഇതു കെടാത്ത ദീപം, ഇതു മായാത്ത രൂപം, ഇതു മങ്ങാത്ത ചിത്രം, ഇതെന്റെ മങ്കൊമ്പിലമ്മ. ഇതു സത്യപ്രഭാതം, ഇതു ശക്തിപ്രതാപം, ഇതു മുക്തി തൻ മന്ത്രം, ഇതെന്റെ മങ്കൊമ്പിലമ്മ, ഇതൊരു മോക്ഷദായിനി, ഇതൊരാത്മശോധിനി, ഇതു മോഹനാശിനി, ഇതെന്റെ മങ്കൊമ്പിലമ്മ. ഇതൊരു യുഗാവതാരം, ഇതൊരു ശാന്തി സ്വരൂപം, ഇതു കാരുണ്യഗേഹം, ഇതെന്റെ മങ്കൊമ്പിലമ്മ, ഇതു പ്രപഞ്ചമാതാ, ഇതു പ്രണയനിലാവ്, ഇതു വിശ്വാത്മാവ്, ഇതെന്റെ മങ്കൊമ്പിലമ്മ. മങ്കൊമ്പിലമ്മയ്ക്ക് കൊട്ടുകുത്തി മാനത്തെ മേൽ ശാന്തി മന്ത്രം ചൊല്ലി മങ്കൊമ്പിലമ്മയ്ക്ക് പട്ടു ചുറ്റി
തൊട്ട് മങ്കൊമ്പിലമ്മയ്ക്ക് പൊട്ടുകുത്തി മാനത്തെ മേൽ ശാന്തി മന്ത്രം ചൊല്ലി മങ്കൊമ്പിലമ്മയ്ക്ക് പട്ടുചുറ്റി ചെമ്മാനം ചാലിച്ചെടുത്തവർ ചാന്താടി തേച്ചാലും മായ്ച്ചാലും പോകാത്ത ചെമ്മാനം ചാലിച്ചെടുത്തവർ ചാന്താടി മേലെ തെളിഞ്ഞൊരു ചുവപ്പു നക്ഷത്രങ്ങൾ താളത്തിൽ പുഷ്പാഞ്ജലിയാക്കി മേലെ തെളിഞ്ഞൊരു ചുവപ്പു നക്ഷത്രങ്ങൾ താളത്തിൽ പുഷ്പാഞ്ജലിയാക്കി മൂവന്തിച്ചിപ്പിലെ സിന്ദൂരം തൊട്ട് മങ്കൊമ്പിലമ്മയ്ക്ക് പൊട്ടുകുത്തി മാനത്തെ മേൽ ശാന്തി മന്ത്രം ചൊല്ലി മങ്കൊമ്പിലമ്മയ്ക്ക് പട്ടുചുറ്റി നക്ഷത്ര പൊൻപ്രഭയായി കുത്തുവിളക്കിൽ തിരിയിട്ടു കത്തിച്ചതുത്തര നക്ഷത്ര പൊൻപ്രഭയായി പാർവണചന്ദ്രന്റെ കൈനീട്ടം മൂവന്തിച്ചിപ്പിലെ സിന്ദൂരം തൊട്ട് മങ്കൊമ്പിലമ്മയ്ക്ക് പൊട്ടുകുത്തി മാനത്തെ മേൽ ശാന്തി മന്ത്രം ചൊല്ലി മങ്കൊമ്പിലമ്മയ്ക്ക് പട്ടുചുറ്റി പൊൻപണത്തിനു കുഴ ചേർത്ത് മങ്കൊമ്പിലമ്മയ്ക്കു താലി ചാർത്തി മൂവന്തിച്ചിപ്പിലെ സിന്ദൂരം തൊട്ട് മങ്കൊമ്പിലമ്മയ്ക്ക് പൊട്ടുകുത്തി മാനത്തെ മേൽ ശാന്തി മന്ത്രം ചൊല്ലി മങ്കൊമ്പിലമ്മയ്ക്ക് പട്ടുചുറ്റി അമ്മയും നീയേ മകളും നീയേ നന്മതൻ ശാന്തി മന്ത്രവും നീയേ അമ്മയും നീയേ മകളും നീയേ നന്മതൻ ശാന്തി മന്ത്രവും നീയേ വാനവും നീയേ ഭൂമിയും നീയേ ഗാനവും ഈണവും രാഗവും നീയേ വാനവും നീയേ ഭൂമിയും നീയേ ഗാനവും ഈണവും രാഗവും നീയേ അമ്മയും നീയേ മകളും നീയേ നന്മതൻ ശാന്തി മന്ത്രവും നീയേ
ആശ്രയം എന്നും നീയേ, ആഴിയും നീയേ ഊഴിയും നീയേ, കേഴുവോർക്കാശ്രയം എന്നും നീയേ. പൂവിനും പുഴുവിനും തൂണിനും തുരുമ്പിനും മങ്കൊമ്പിലമ്മേ ശരണമമ്മേ. അമ്മയും നീയേ മകളും നീയേ, നന്മതൻ ശാന്തി മന്ത്രവും നീയേ. രക്ഷകി നീയേ ശിക്ഷകി നീയേ, ഇഷ്ടരെ പോറ്റുന്ന ദേവിയും നീയേ. രക്ഷകി നീയേ ശിക്ഷകി നീയേ, ഇഷ്ടരെ പോറ്റുന്ന ദേവിയും നീയേ. മണ്ണിനും വിണ്ണിനും കാറ്റിനും കടലിനും മങ്കൊമ്പിലമ്മേ ശരണമമ്മേ. അമ്മയും നീയേ മകളും നീയേ, നന്മതൻ ശാന്തി മന്ത്രവും നീയേ. പാർവതി നീയേ പർവ്വതനന്ദിനി നീയേ, സർവലോകങ്ങൾക്കും ആധാരം നീ. പാർവതി നീയേ പർവ്വതനന്ദിനി നീയേ, സർവലോകങ്ങൾക്കും ആധാരം നീ. ചന്ദ്രനും സൂര്യനും രാവിനും പകലിനും മങ്കൊമ്പിലമ്മേ ശരണമമ്മേ. അമ്മയും നീയേ മകളും നീയേ, നന്മതൻ ശാന്തി മന്ത്രവും നീയേ. വാനവും നീയേ ഭൂമിയും നീയേ, ഗാനവും തീനവും രാഗവും നീയേ. അമ്മയും നീയേ മകളും നീയേ, നന്മതൻ ശാന്തി